ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നമുക്ക് വളരെ ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ള കുകത്തളി, അതായത് കുക ഡ്രിങ്ക് ആണ് കേട്ടോ നമ്മളിന്നിവിടെ കാണിക്കുന്നത്. നിങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കുകത്തളി ഇന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കുകത്തളിയാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ നിങ്ങൾ കണ്ടല്ലോ, 1 ടേബിൾ സ്പൂൺ കസ്കസ് ഒന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മെയിനായിട്ടുള്ള ചേരുവ എന്ന് പറഞ്ഞാൽ തന്നെയാണ് കുകത്തളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കുകപ്പൊടി വേണം. കുകപ്പൊടിയൊക്കെ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും സ്റ്റോക്കായിരിക്കും. പ്രത്യേകിച്ച് ഈ ഒരു കൊട്ടം വേനലായതുകൊണ്ട് തന്നെ ഈ ഒരു നോമ്പിന് നമുക്ക് നല്ല കൂളായിട്ട് മനസ്സും ശരീരം ഒരുപോലെ തണുപ്പിച്ച് ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഈ ഒരു കുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കലക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു കുഞ്ഞിക്കയിൽ പഞ്ചസാര ഒന്ന് കരമലൈസ് ചെയ്യാന്നുള്ളതാണ്. അതെന്തിനാന്ന് വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റിലായിരിക്കും നമുക്ക് ഈ ഒരു കുകത്തളി കിട്ടുക. നമ്മളൊക്കെ പല രീതിയിലും കുകത്തളി ഉണ്ടാക്കാറും കുടിക്കാറൊക്കെ ഉണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ നിങ്ങൾ ഇതുവരെ കുടിച്ചിട്ടില്ലാത്ത ഒരു ടേസ്റ്റാണ് കേട്ടോ ഇത് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു പഞ്ചസാര നമുക്ക് ഇളക്കൊന്നും ചെയ്യാതെ കുറച്ച് സമയം ഒന്നിങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ട് വെക്കുമ്പോഴേക്കും ഒരു നനവ് ഇങ്ങനെ വരും. ആ ഒരു നനവ് വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരും കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ഗോൾഡൻ കളർ ആവണ്ട. അങ്ങനെ ആവുമ്പോൾ എന്താ അറിയോ, അത് കരിഞ്ഞ ടേസ്റ്റ് വരും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എത്തുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരു 2 ഗ്ലാസ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പാല് നിങ്ങളെടുത്ത് കുറവാണെങ്കിൽ അതിന് പകരം കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുത്താലും മതിയാവും. എങ്ങനെയായാലും ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു പാലൊക്കെ ഒഴിച്ചു കൊടുത്ത സമയത്ത് എന്താണെന്നറിയില്ല, സ്പൂൺ അങ്ങോട്ട് വീണ് അതിനി എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ആ ഒരു പഞ്ചസാരൻ്റെ മേലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ നല്ല പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനാണ് ഈ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യണത്. എന്നിട്ട് ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിമൊക്കെ ഓൺ ചെയ്ത് കുറച്ച് സമയമാകുമ്പോഴേക്കും ഈ ഒരു പാല് നല്ല പോലെ തിളച്ചൊക്കെ കിട്ടും. ആ ഒരു ടൈമിൽ നമ്മൾ ഈ ഒരു കരമലൈസ് ചെയ്തിട്ടുള്ള ആ ഒരു പഞ്ചസാര നല്ല കട്ടിയായിട്ടുള്ളതൊക്കെ നല്ലോണം മെൽട്ടായിട്ട് വരും. ഈ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള, നമ്മളെ ശരീരത്തിൽ എന്തെങ്കിലും വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുറന്തള്ളുന്നൊക്കെ ഒരു സംഭവമാണ് ഈ ഒരു മഞ്ഞൾപ്പൊടി. അപ്പോൾ ഞാനൊരു 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം ഈ ഒരു നോമ്പൊക്കെ നോറ്റി നമ്മൾ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ വേണ്ടാത്തത് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് ഒരു അസുഖവും ഇല്ലാതെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു മഞ്ഞൾപ്പൊടി. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ സാധാരണ പാല് കാച്ചുമ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അതിൽ ചേർത്തിട്ട് കാച്ചി കുടിച്ചാൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവും. അതിനെക്കുറിച്ചൊന്നും ഞാൻ വീഡിയോയിൽ പറഞ്ഞില്ല. പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ മഞ്ഞൾപ്പൊടി ഒഴിവാക്കൂല. രക്തം ശുദ്ധീകരിക്കാനും രക്തോട്ടം കൂടാനും അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് കേട്ടോ, ഞാൻ പറയുന്നില്ല. ഏതായാലും ഇതിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു കുകപ്പൊടി കലക്കി വെച്ചത് നല്ലോണം ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ നല്ലോണം മിക്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കുകപ്പൊടി പെട്ടെന്ന് അടിയിൽ ഉറച്ച് നിൽക്കും ആ ഒരു പാത്രത്തിൽ. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്തിന് നമ്മൾ നല്ലോണം ഇളക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളടുത്ത് ഏലക്ക പൊടിച്ച് വെച്ചതില്ലെങ്കിൽ ഏലക്ക 2 എടുത്തിട്ട് അതിൻ്റെ കുരു എടുത്തിട്ട് അതൊന്ന് കുത്തി പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. നല്ലൊരു ഫ്ലേവറാണ്. അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഏലക്ക നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാനുള്ള കാരണം കുറച്ച് ഏലക്ക അതിലുണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ പഞ്ചസാരയും കൂട്ടിയിട്ട് ഏലക്ക പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് പൊടിച്ചത് കൊണ്ട് തന്നെ കുറച്ച് ഏലക്ക ആയാൽ തന്നെ കുറേ പൊടി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏലക്ക മാത്രം ചേർക്കുകയാണെങ്കിൽ കുറച്ച് മാത്രം ഒരു 2 എണ്ണത്തിന് കുരൊക്കെ ചേർത്താൽ മതിയാവും കേട്ടോ. അല്ലാഞ്ഞാൽ ഒരു മട്ടിപ്പ് ഒരു കുത്ത് ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് കുറച്ച് സമയം ഒന്ന് തിളച്ചു. മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഈ മഞ്ഞൾപ്പൊടിയൊക്കെ അത്യാവശ്യം നല്ല വേവ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക. തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് കാത്തിരിക്കാം. അപ്പോൾ ചൂടാറി നിൽക്കുമ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് ഡ്രിങ്ക് വേണ്ടത്. ഇനി നമുക്കിത് ഒന്നും കൂടെ ഉഷാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുതിർക്കാൻ വെച്ചിട്ടുള്ള സബ്ജ സീഡ്സ് ഉണ്ടല്ലോ,
ഈ സബ്ജ സീഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളത്തിലിട്ട് ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലോണം കുതിർന്നിട്ട് കിട്ടും. ഇപ്പോൾ ഫസ്റ്റിലേ നമ്മൾ വെള്ളത്തിട്ടാൽ അതിൻ്റെ ആ കുതിർക്കൽ മുഴുവനും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇട്ടോളി. കാരണം ഒരാൾക്ക് 1 ടേബിൾ സ്പൂൺ വരെ ഒരു ദിവസം കഴിക്കുക. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു വിത്തും കൂടെയാണ് ഈ ഒരു സബ്ജ സീഡ്സ്. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ നമുക്കിത് കുടിച്ചാൽ കിട്ടുന്ന ബെനിഫിറ്റും എല്ലാം വെച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ പറയണ്ട. അപ്പോൾ നമുക്കിതൊരു ഭംഗിക്ക് മാത്രമല്ല ഈ ഒരു സബ്ജ സീഡ്സ് നമ്മൾ ഈ ഒരു ഡ്രിങ്കിലൊന്നും ഇടുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു നോമ്പിനൊക്കെ നമ്മൾ ഈ ഒരു കുകത്തളിയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇനിയിപ്പോൾ ഏത് രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിലും ഈ സബ്ജ സീഡ്സ് ഒക്കെ ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഒക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു കുഞ്ഞിക്കൈയിൽ മധുരം നമ്മൾ ഈ കരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് ഒരു തുള്ളി പോലും മധുരം ആഡാക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഷുഗർ പേഷ്യൻ്റ് ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ കുകത്തളിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സാധാരണ എല്ലാവരും അത്യാവശ്യം മധുരമൊക്കെ ഇട്ടിട്ടല്ലേ കുടിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ മധുരം ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം ഇതിൽ മധുരം വളരെ കുറവാണ്. ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കണില്ല. കാരണം ഈ ഒരു നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഹെൽത്തി ആഗ്രഹിക്കുമ്പോൾ തന്നെ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് അത് വെറുതെ കുളമാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നേരിയൊരു മധുരം ഇതിനുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. ഈ ഒരു സമയത്ത് കുറച്ച് പഞ്ചസാര ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ ആ പാലൊക്കെ തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താലും നല്ലോണം ഇളകി വെന്ത് കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടം. പിന്നെ ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ശർക്കരപ്പൊടി ആഡ് ചെയ്തിട്ടും കുടിക്കുക. ശർക്കരപ്പൊടി ആകുമ്പോൾ പിന്നെ നമുക്ക് പേടിക്കാനൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി കുടിച്ച് നോക്കേണ്ടി. സാധാരണ എല്ലാ ദിവസവും കുകത്തളി ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാ വീട്ടിലും ഇത് ഉണ്ടാക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും ചെയ്യും. ഈ തറാവയൊക്കെ കഴിഞ്ഞ് വന്നിട്ടൊക്കെ ഇതൊരു ഗ്ലാസ് കുടിച്ചാലുണ്ടല്ലോ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ, ചിലർക്ക് മൂത്രതടസ്സം, മൂത്രക്കടച്ചിൽ, പുകച്ചിൽ, അങ്ങനെ ഒരുപാട് എന്തൊക്കെയോ വിഷമങ്ങളൊക്കെയാണ് നോമ്പ് നോറ്റാലല്ലേ, പ്രത്യേകിച്ച് ഈ ഒരു വേനലായതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതുപോലുള്ള ഡ്രിങ്കൊക്കെ ഉണ്ടാക്കിയാൽ എന്താ പറയുക, നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ കുടിക്കുകയും ചെയ്യും. പിന്നെ മധുരമൊക്കെ ഒന്ന് കുറച്ച് ഉഷാറായും ചെയ്ത്. അപ്പം നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ഒരു ഡ്രിങ്ക് നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പുക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ ഇനിയിപ്പോൾ എപ്പോൾ വേണമെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ്. ഇനിയിപ്പോൾ നമുക്കിത് ഒരു നോമ്പ് സൽക്കാരമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയാൽ നല്ലൊരു ഡ്രിങ്കായിട്ട് നമുക്ക് തിളങ്ങി നിൽക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ അത് ഉണ്ടാക്കിയത്. നല്ലൊരു കളറും നല്ലൊരു തണുപ്പും നല്ലൊരു രുചിയും ഈ ഒരു പഞ്ചസാര ഗരമലൈസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു പ്രത്യേക രുചി ഇതിനുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു ഏലക്കാപ്പൊടി എല്ലാം കൂടിയായപ്പം പഠിച്ചാൽ പറയാനില്ല, അത്രക്കും രുചിയാണ്. പിന്നെ കുറച്ച് പാലും, നല്ല അത്യാവശ്യം നല്ല പാലും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്നൊരു ഗ്ലാസ് കിട്ടിയാൽ തന്നെ നമ്മൾ കൂളായിട്ടോ. അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കുടിക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങൾ ചെയ്തോളി, ഒരു കുഴപ്പമില്ല. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.